നമ്മുടെ ചില പ്രേക്ഷകർ എന്നെ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് സ്വാമി നിർമ്മലാനന്ദയെക്കുറിച്ച് നമ്മൾ കഥയമവയിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു, എന്നെ വിളിച്ച ഒരാളോട് ഞാൻ പറഞ്ഞു, നിർമ്മലാനന്ദഗിരി സ്വാമിയില്ലേ, ക്യാൻസറിനൊക്കെ ചികിത്സയൊക്കെ നടത്തിയിരുന്ന സ്വാമി, അദ്ദേഹത്തെക്കുറിച്ച് എനിക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, അദ്ദേഹമല്ല, മറ്റൊരു നിർമ്മലാനന്ദ സ്വാമിയുണ്ട്, സ്വാമിയെക്കുറിച്ച്, രണ്ട് സ്വാമിമാരെക്കുറിച്ചും നിങ്ങൾ വീഡിയോ ചെയ്യണം, നിർമ്മലാനന്ദ സ്വാമിയെക്കുറിച്ച് കൂടി ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിച്ച് പറയുന്നത് നമുക്ക് ഈ രണ്ട് വീഡിയോകളും ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ നമ്മൾ ഏത് സ്വാമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ ഈ കൽക്കട്ടയിൽ ജനിച്ച് കേരളം ജീവിത ഭൂമി ആക്കിയ നിർമ്മലാനന്ദ സ്വാമിയെ പറ്റിയാണ് ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ നേർശിഷ്യനാണ്. വിവേകാനന്ദനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച സന്യാസിയായ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം മിക്കവാറും ഒക്കെ ഒറ്റപ്പാലത്തായിരുന്നു. അത് അവസാനം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ അവസാന ഭാഗത്ത്. നിർമ്മലാനന്ദഗിരി സ്വാമിയും ഒറ്റപ്പാല ബസ്സിലായിരുന്നു. അപ്പോൾ ഈ നിർമ്മലാനന്ദ 1863 ജനിച്ച 1938 മരിച്ച ആളാണ് നിർമ്മലാനന്ദ. അദ്ദേഹം തുളസി ചരൺ ദത്ത എന്നാണ് പൂർവാശ്രമത്തിൽ പേര്. കൽക്കട്ടയിൽ ജനിച്ചു. രാമകൃഷ്ണൻ്റെ നേർശിഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഈ രാമകൃഷ്ണ മിഷനിൽ പിന്നീട് തർക്കങ്ങളൊക്കെ പലപ്പോഴും രൂപപ്പെട്ടപ്പോൾ ഒരു വിമത ഭാഗത്താണ് ഇദ്ദേഹം നിന്നത്. അതുകൊണ്ട് ഈ ബാംഗ്ലൂരിൽ ഒരു കേസുണ്ടായി, ഇദ്ദേഹം രാമകൃഷ്ണ പരമഹംസൻ്റെ നേർശിഷ്യനല്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ. വല്ല ആവശ്യമുള്ളതാണിത്, ആണെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത്, ഒരു സന്യാസി. അപ്പോൾ സന്യാസിമാരും തർക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഈ രാമകൃഷ്ണ മിഷൻ്റെ വേര് ആഴ്ത്തുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ്. തിരുവനന്തപുരത്ത് ഹരിപ്പാട് ഒക്കെ രാമകൃഷ്ണ മഠങ്ങൾ തുടങ്ങുന്നത് ഇദ്ദേഹമാണ്. ഈ തിരുവനന്തപുരത്തെ നെട്ടയം ആശ്രമത്തിൽ വട്ടിയൂർക്കാവ് അപ്പുറത്ത് ശക്രാനന്ദയുടെ കൂടെ പോയിട്ട് ഞാൻ ഒരിക്കൽ രംഗനാഥാനന്ദയെ കണ്ടിട്ടുണ്ട്. കണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്മസ് സന്ദേശം മലയാള മനോരമയ്ക്ക് വേണ്ടി വാങ്ങിക്കാനാണ്. ക്രിസ്തുവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. മലയാളം അറിയാമായിരുന്നു സ്വാമിക്ക്? രംഗനാഥാനന്ദ അല്ല, നിർമ്മലാനന്ദ സ്വാമിക്ക് അത് പഠിച്ചിരുന്നു, എഴുതാനും വായിക്കാനും. അത് അവസാന ഭാഗത്ത് ഈ പ്രേക്ഷകർക്ക് തന്നെ പുതിയ അറിവായിരിക്കും പറയുന്നത്. എനിക്കത് അറിയാമായിരുന്നു നിർമ്മലാനന്ദയെ പറ്റി, ഈ അവസാനം പറയുന്ന ഒരു ഭാഗം. അതുകൊണ്ടാണ് സുനിൽ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അത് താത്രിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കേരളം, ബംഗളൂരു, തമിഴ്നാട്, ബ്രൂക്ലിൻ, ബർമ്മ, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെ രാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് ഗംഭീരമായിരുന്നു. ബാഗ് ബസാറിലാണ് ജനനം. ആരോഗ്യം കുറച്ച് മോശമായിരുന്നു ഈ കുട്ടിയായിരുന്നപ്പോൾ. അതുകൊണ്ട് വൈകിയാണ് സ്കൂളിൽ ചേർത്തത്. 10 വയസ്സായപ്പോൾ അമ്മ മരിച്ചുപോയി. 14 വയസ്സിൽ അച്ഛനും മരിക്കുന്നുണ്ട്. ഈ ബനാറസിലാണ് സ്കൂൾ പഠിച്ചത്. ഹരിപ്രസന്ന ചതോപാധ്യായ സഹപാഠിയായിരുന്നു. വിജ്ഞാനാനന്ദയും സഹപാഠിയായിരുന്നു. ഈ ഹരിപ്രസന്ന ചതോപാധ്യായാണ് പിന്നീട് വിജ്ഞാനാനന്ദയായിട്ട് മാറുന്നത്. ബേലൂർ മഠം, രാമകൃഷ്ണ മഠത്തിൽ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു ഈ ബ്രഹ്മചാരികൾക്ക്. അയൽക്കാരൻ ബലറാം ബോസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുന്നത്. അത് അന്ന് തന്നെ ആകൃഷ്ടനായി. പിന്നീടാണ് ബേലൂർ മഠത്തിൽ തന്നെത്താനെ പോകാൻ തുടങ്ങിയത്. 1882 18 വയസ്സിൽ രാമകൃഷ്ണ പരമഹംസരെ കാണാൻ തന്നെത്താനെ ബേലൂർ മഠത്തിൽ പോകാൻ തുടങ്ങി. ദക്ഷിണേശ്വറിൽ ബരാനഗർ മഠം പിൽക്കാലത്ത് വിവേകാനന്ദൻ സ്ഥാപിച്ചപ്പോൾ, രാമകൃഷ്ണ പരമഹംസർക്ക് ശേഷം ബരാനഗർ സ്ഥാപിച്ചപ്പോൾ 1887 അവിടെ അന്തേവാസിയായി വിവേകാനന്ദൻ്റെ കൂടെ. രാമകൃഷ്ണാനന്ദയുടെ വലം കൈ ആയി പ്രവർത്തിച്ചു. വിവേകാനന്ദനിൽ നിന്നാണ് സന്യാസം സ്വീകരിക്കുന്നത്. 1888 കാമാർ പുക്കൂറിൽ ശാരദാദേവിക്കൊപ്പം പോയി. കാമാർ പുക്കൂറാണ് രാമകൃഷ്ണ പരമഹംസർ ജനിച്ച സ്ഥലം.
ഗാസിപൂരിലേക്ക് നടന്ന് പൗഹരി ബാബയെ കണ്ടു. ഋഷികേശിൽ വെച്ച് ആ യാത്രയിൽ വിവേകാനന്ദനെയും കണ്ടു. വിവേകാനന്ദ സമാധിയിൽ ഹിമാലയത്തിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുപോയിരുന്നു. അമേരിക്കയിൽ കുറേ കാലം മഠത്തിൻ്റെ കാര്യമായിട്ട് പോയി. അവിടെ നിന്ന് മടങ്ങിയാണ് ആദ്യം കേരളത്തിൽ വരുന്നത്. പലതവണ കേരളത്തിൽ പിന്നെ വരുന്നുണ്ട്. 1911 വേദാന്ത സൊസൈറ്റി വിളിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. കന്യാകുമാരിയിൽ പോയി, വടകരയിൽ പോയി, കോഴിക്കോട് പോയി. 1914 ആദ്യമായിട്ട് ഒറ്റപ്പാലത്ത് പോകുന്നത്. വർഷത്തിൽ 1-2 തവണ കേരളത്തിൽ വരുമായിരുന്നു. ആശ്രമങ്ങളൊക്കെ സ്ഥാപിക്കുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. വിവേകാനന്ദന് ഈ വിഭവങ്ങളൊക്കെ പാചകം ചെയ്ത് കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാചകക്കാരനായിരുന്നു, സ്വകാര്യ പാചകക്കാരൻ. അതെ. അതുപോലെ വിവേകാനന്ദ സ്വാമികൾ ഭജനുകൾ പാടുമ്പോൾ, കീർത്തനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ പക്വാജ് വായിച്ചിരുന്നത് ഇദ്ദേഹമാണ്. തബല എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ പക്വാജ് എന്ന് പറയും. തബലയാണോ? തബല പോലത്തെ ഇൻസ്ട്രുമെന്റ് ആണ് പക്വാജ്. ഞാനടുത്ത് പക്കമേളം എന്ന് പറഞ്ഞ വേറെ അത് വായിക്കുമായിരുന്നു. അപ്പോൾ 1901 രാമകൃഷ്ണ മഠം ആദ്യമായിട്ട് ട്രസ്റ്റ് ആവുമ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. 1903 അമേരിക്കയിൽ പോയി അഭേദാനന്ദയുടെ കൂടെ ജീവിച്ചു. 2.5 കൊല്ലം അമേരിക്കയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വാമി ബ്രഹ്മാനന്ദ തിരിച്ചു വിളിക്കുകയാണ് ഇന്ത്യയിലേക്ക്. ശാരദാദേവി ബംഗളൂരിലാണ് ഈ ആശ്രമത്തിലേക്ക് വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിനെ. 1904 ബംഗളൂരു മഠം സ്ഥാപിക്കുന്നത്. 1911 ശാരദാദേവി രാമേശ്വരത്ത് പോകുമ്പോൾ കുടച്ച് പോകുന്നുണ്ട്. ഹരിപ്പാട് ആശ്രമം, ഇനി കേരളത്തിലെ കാര്യങ്ങൾ. 1913 മെയ് 4 ഹരിപ്പാട് രാമകൃഷ്ണ മഠം സ്ഥാപിച്ചു. ജാതിമത അതീതമായ ആശ്രമങ്ങളാണ്. ജാതി ഭേദമില്ലാതെ ആർക്കും ആശ്രമത്തിൽ 1913 തന്നെ പോകാം. 1916 തിരുവനന്തപുരത്തെ ആശ്രമത്തിൻ്റെ പണി തുടങ്ങി. നെട്ടയം. നവംബർ 26 ബ്രഹ്മാനന്ദയും നിർമ്മലാനന്ദയും കൂടി കേരളത്തിലെ ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. ഒറ്റപ്പാലം, കോട്ടയം, ഹരിപ്പാട്, കൊല്ലം എന്നിവിടങ്ങളിലൊക്കെ മഠങ്ങൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ഡിസംബർ 8 കല്ലിട്ടു. 1924 ആശ്രമം അവിടെ നിലവിൽ വന്നു. 1925 അവിടെ 1 മാസത്തോളം ഉണ്ടായിരുന്നു. 1926 ഡിസംബറിലാണ് ഒറ്റപ്പാലത്ത് രാമകൃഷ്ണ നിരഞ്ജന ആശ്രമം സ്ഥാപിക്കുന്നത്. 24 കുമാരി പൂജ, അന്തർജനങ്ങൾക്ക് സഹായം, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. 1925 അദ്ദേഹം രാമകൃഷ്ണ ശാരദാ മഠത്തിൻ്റെ പ്രസിഡൻ്റായി. രാമകൃഷ്ണ ശാരദാ മഠം എന്ന് പറയുമ്പോൾ രാമകൃഷ്ണ മഠമല്ല, ഒരു ബദൽ മഠമാണ്. ഓ, അത് ശരി. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അത് അതിൻ്റെ അകത്ത് ഈ സ്പ്ലിറ്റ് വന്നു. രാമകൃഷ്ണൻ പരമഹംസർക്കും ഒക്കെ ശേഷം ഈ സ്പ്ലിറ്റ് വന്നു സന്യാസിമാർക്കിടയിൽ. അപ്പോഴാണ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഇദ്ദേഹം നേർശിഷ്യനല്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ വിഭാഗം കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഈ ഗൗഡസാരസ്വത സമുദായത്തിൽ ഇതുപോലത്തെ ഒരു വലിയ തർക്കം വന്നു ഒരു 5-10 വർഷം മുമ്പ്. ഇപ്പോഴത് പരിഹരിക്കപ്പെട്ടോന്നറിയില്ല. അതെ അതെ, ഒരു ജൂനിയർ സ്വാമിയായിട്ട് ഇപ്പൊ പരിഹരിച്ചു തോന്നുന്നു. അതിപ്പോ പരിഹരിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ മലയാള മനോരമയിലൊക്കെ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന TVR ഷേണായിയൊക്കെ അത് പരിഹരിക്കാനായിട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. അല്ല, ഞാനത് ആ സംഭവം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ജൂനിയർ സ്വാമിയോ മറ്റോ ഇവിടെ വന്നപ്പോൾ, രാഘവേന്ദ്രത്തിൽ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഡയറക്ഷൻ വന്നു. നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഗൗഡസാരസ്വത്. 2 കൂട്ടരെയും പിണക്കാതെ 2 കൂട്ടർക്കും അർഹമായ പ്രാധാന്യം കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് എഡിറ്റർ നേരിട്ട് വിളിച്ചു പറഞ്ഞ്. AP വിശ്വനാഥൻ സാറാണെന്ന് എഡിറ്റർ. സുധീന്ദ്രസ്വാമികളാണ് ഇദ്ദേഹത്തിനെ ആക്കുന്നത്, പിൻഗാമിയാക്കുന്നത്. പക്ഷെ ഗുരുവും പിൻഗാമിയും തമ്മിൽ തർക്കമായി. അങ്ങനെ അത് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം, 2 കൂട്ടർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കമ്മ്യൂണിറ്റിയാണ് ഗൗഡസാരസ്വതർ എന്ന് കേരളമോദി തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെയാണ് വിളിച്ചു പറയുന്നത്. ഞാനന്ന് പോയി കാണുകയും അപ്പോഴും ഞാൻ ഓർത്തു, ഈ ആചാര്യൻ അനന്തരാവകാശിയായിട്ട് ശിഷ്യനെ പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം അവർ തമ്മിൽ തർക്കം ഉണ്ടാവുന്നത്. അത് പലതരം താല്പര്യങ്ങൾ കളിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
ബംഗളൂരിലൊരു കമ്മിറ്റിക്ക് കീഴിൽ ഇദ്ദേഹം പ്രവർത്തിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറ്റില്ല, കമ്മിറ്റിയുടെ കീഴിലൊന്നും സ്വാമിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് സ്ഥിരമായിട്ട് പോരുന്നത്. ആദ്യം തിരുവനന്തപുരത്തും പിന്നെ ഒറ്റപ്പാലത്തുമായിട്ട്. 1938 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി. ഒറ്റപ്പാലത്ത് ഈ ആശ്രമം വരുന്ന സ്ഥലമാണ് SRK നഗർ ആയിട്ട് മാറുന്നത്. കുറേ ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളൊക്കെ താമസിച്ചിരുന്നൊരു സ്ഥലം ആശ്രമം ഉണ്ടായ ശേഷം ഉയർന്നു വരുന്നതാണത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താത്രിക്കുട്ടിയെ സ്മാർത്ഥ വിചാരം ചെയ്തല്ലോ 1905. അത് കഴിഞ്ഞ് താത്രിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കൾ, അവരുമായി ബന്ധപ്പെട്ടിരുന്ന 64 പേരുണ്ടല്ലോ, വലിയ പുള്ളികളുമൊക്കെയാണ്. അവരെ മുഴുവൻ ഭ്രഷ്ട് തള്ളുന്നുണ്ട്. അങ്ങനെ ഭ്രഷ്ട് തള്ളപ്പെട്ട ആളുകളൊക്കെ പാലക്കാട്ടുമൊക്കെ പോയി താമസിക്കുന്നുണ്ട്, കുഗ്രാമങ്ങളിലുമൊക്കെ അറിയപ്പെടാതെയൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് പാലക്കാട് ഈ ഒറ്റപ്പാലത്തിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ചെറിയൊരു അമ്പലം, അത് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, പൈസയില്ല, ഈ ഭ്രഷ്ടായ ആളുകളെല്ലാം കൂടിയിട്ട്. താത്രിയുടെ തന്നെ കുടുംബത്തിലുള്ളവരൊക്കെ ഉണ്ട്, നമ്പൂരിമാർ അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ താത്രിയുടെ സഹോദരൻ കൽപ്പകഞ്ചേരി നാരായണൻ നമ്പൂതിരി, അദ്ദേഹം ഈ 1914 ഒറ്റപ്പാലത്ത് വക്കീൽ VK നാരായണൻ നായരുടെ അതിഥിയായിരുന്നു. ഈ വക്കീൽ നാരായണൻ നായരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ നിർമ്മലാനന്ദയെ നാരായണൻ നമ്പൂതിരി കാണുന്നത്. ആ കൂടിക്കാഴ്ച വിശേഷമായിരുന്നു. കാരണം നാരായണൻ നമ്പൂതിരി പറയാണ്, ഞങ്ങളുടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഞങ്ങൾ ഭ്രഷ്ടായവരും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുമൊക്കെ അവിടെ സ്വാമിജിക്ക് വന്ന് വേണമെങ്കിൽ ഒരു ആശ്രമം ഉണ്ടാക്കാം, ഞങ്ങൾ സ്ഥലം തരാം, ഒരു അമ്പലം അവിടെ പണി പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് അമ്പലമൊക്കെ ആയിട്ട് വളർത്താം എന്ന് പറയുന്നു. സ്വാമി ആ സ്ഥലം പോയി നോക്കുകയാണ്. ഒരുപാട് പേര് നിർമ്മലാനന്ദ സ്വാമിയെ അന്ന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഭ്രഷ്ടായവരുടെ എന്ന് പറഞ്ഞാൽ സവർണര് പറയുന്നുണ്ട്, ഭ്രഷ്ടായവരുടെ സ്ഥലമാണ്, അതൊന്നും ആശ്രമം സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലമല്ല, പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരൊന്നുമല്ല, പിന്നാക്ക കാര്യമൊക്കെ അവിടെ ഇവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സ്വാമി അങ്ങനത്തെ ആളല്ലല്ലോ. അപ്പോൾ എറക്കോട്ടിരി എന്ന് പറഞ്ഞ കുഗ്രാമമാണ് ഈ സ്ഥലം, പാലക്കാട് ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത് എറക്കോട്ടിരി. അപ്പോൾ അവിടെ ഭാരതപ്പുഴയുടെ വടക്കേ കരയാണത്. അവിടെ ആണ് ഭ്രഷ്ടരായ ആ താത്രിയുടെ സ്മാർത്ഥ വിചാരത്തിൽ ഭ്രഷ്ടരായവരെല്ലാം കൂടി കുടിയേറിയിരുന്ന സ്ഥലം. ആ സ്ഥലം കൊടുക്കുന്നത് ദേശമംഗലത്തെ AKTKM നമ്പൂതിരിപ്പാട് കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ്, ഭ്രഷ്ടായിപ്പോയി. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അദ്ദേഹത്തിന്, ആർക്കും വേണ്ടാത്ത സ്ഥലമാണത്, കുഗ്രാമത്തിൽ ആരും മേടിക്കുന്ന സ്ഥലവുമല്ല. അപ്പം അത് പാലത്തോൾ മന ഇഷ്ടദാനം കൊടുത്തു ഇവർക്ക്. പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ആ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പിന്നെ സ്വാമിയുടെ ശ്രമഫലമായിട്ടാണ്. അതിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഒരു ജീർണിച്ച വിഷ്ണു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. 1926 ഡിസംബർ 10 ശുക്ലഷഷ്ടി ദിവസമാണ് അവിടെ പ്രതിഷ്ഠ നടക്കുന്നത്. അതിൻ്റെ സെക്രട്ടറി ഈ കൽപ്പകഞ്ചേരി നാരായണൻ നമ്പൂതിരി ആയിരുന്നു. ആശ്രമത്തിൻ്റെയൊക്കെ ദലിതരെ ഒപ്പം കൂട്ടി ഇവർ. സ്ത്രീകൾ ഈ ഭ്രഷ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ പലരും സന്യാസവൃത്തിയിലേക്ക് മാറി. കാരണം അവരെ സ്വീകരിക്കാനായിട്ട് അന്ന് സമുദായത്തിലും സമൂഹത്തിലൊന്നും ആരുമില്ല. കുറേ പേര് പിന്നെ ഈ ഭ്രഷ്ടരായ കുടുംബങ്ങളിൽ നിന്നുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അവരാണ് വിവാഹബന്ധത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്നത് പരസ്പരം. പിൽക്കാലത്ത് ആൾക്ക് അറിയില്ല, മാറിപ്പോയി. അപ്പോൾ താത്രിയുടെ 5 സഹോദരിമാരെ ഭ്രഷ്ടരായവരാണ് വിവാഹം കഴിക്കുന്നത്. 5 സഹോദരിമാർ വിവാഹം കഴിക്കാതെ ഉണ്ടായിരുന്നു ഈ സ്മാർത്ഥ വിചാരം നടക്കുമ്പോൾ. 1905 ഭ്രഷ്ടിന് ശേഷം നമ്പൂതിരിമാർ കുടിയേറുന്നത് കണ്ണിയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഈ ഒറ്റപ്പാലത്ത് തന്നെ. ആ കണ്ണിയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ് ഈ എറക്കോട്ടിരി എന്ന് പറയുന്ന മേഖല. ദേശമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് അവർ എറക്കോട്ടിരിയിലേക്ക് വരുന്നത്, ഈ കണ്ണിയപ്പുറത്തു നിന്ന്.
തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആശ്രമത്തിൽ പിന്നീട് ഈ നാരായണൻ നമ്പൂതിരി ഒരുപാട് ഈ മരങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ചവറ് കൂട്ടിയിട്ട് തീയിടും. അപ്പോൾ തീയിടുമ്പോൾ, തീ കായുമ്പോൾ നമ്പൂതിരിക്ക് ഭയങ്കര പേടിയായിരുന്നു. തീ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സദാചാരം ഭയങ്കരമായിട്ട് നാട്ടുകാർക്കുണ്ടല്ലോ. അതുകൊണ്ട് ഈ താത്രിയെ സ്മാർത്ഥ വിചാരം ചെയ്ത് ഭ്രഷ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ കൽപ്പകഞ്ചേരി ഇല്ലം നാട്ടുകാർ തീയിട്ടു. അതിന്റെ ഓർമ്മ കത്തിച്ചു. അതങ്ങനെ സ്വന്തം ഇല്ല ഇങ്ങനെ കത്തുന്നതിൻ്റെ ഓർമ്മ ഇങ്ങനെ തീ കത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുമായിരുന്നു. ആ ആശ്രമത്തിൽ ഇതിങ്ങനെ കത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ എല്ലാം നാട്ടുകാർ കത്തിച്ചത് ഓർമ്മയിലേക്ക് വന്നിട്ട് ഭയന്ന് വിറക്കുമായിരുന്നു എന്ന്. ഞാനൊരു കാര്യം സാറിനോട് പറയട്ടെ. നമ്മൾ ഈ സ്മാർത്ഥ വിചാരം, താത്രിക്കുട്ടി, ഭ്രഷ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി കണക്റ്റഡായിട്ട് നമ്മൾ ഈ ഇല്ലം കത്തിച്ച കഥയൊക്കെ പറയുന്നു. ഇത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. നമുക്ക് സ്മാർത്ഥ വിചാരം എന്തായിരുന്നു, എന്തിനാണ് ഭ്രഷ്ട് കൽപ്പിച്ച്, താത്രിക്കുട്ടി ആരായിരുന്നു, ഇത് നമുക്കൊരു എപ്പിസോഡ് ചെയ്യണം, വേണ്ടേ? പിന്നെ ഇപ്പോൾ വൈകാതെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഭ്രഷ്ടരായവരെ, അതായത് സവർണ സമൂഹത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടരായ ഒരു കൂട്ടം ആളുകൾ, അതല്ലാതെ ഈ സമൂഹത്തിന് തന്നെ വേണ്ടാതെ നിന്ന ഹിന്ദു സമുദായത്തിലെ പിന്നാക്കക്കാരുണ്ടല്ലോ, ദലിതർ, ഇവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച ഒരാളാണ് ഈ നിർമ്മലാനന്ദ സ്വാമി. അങ്ങനെ ഈ പൊതുധാരയിൽ നിന്ന്, ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെ പൊതുധാരയിൽ നിന്ന് മാറി നിന്ന ഒന്നാണ് ഈ നിരഞ്ജനാശ്രമം. അങ്ങനെയാണ് ഈ നമ്മുടെ കേരളം കർമ്മഭൂമിയാക്കിയ ഒരാളായിരുന്നു നിർമ്മലാനന്ദ. അപ്പോൾ നിർമ്മലാനന്ദയെ പറ്റി നമ്മളോട് സംസാരിക്കണമെന്ന് പറയുന്നവർക്ക് തന്നെ ഈ പശ്ചാത്തലം അറിയാമോ എന്നുള്ളത് ഏതായാലും സ്വാമിയെ അറിയാവുന്നവരാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അറിയാമായിരിക്കാം. നമ്മുടെ ലക്ഷ്യം അവരെ അറിയിക്കുക എന്നത് മാത്രമല്ല, അറിഞ്ഞുകൂടാത്ത ആളുകളെ കൂടെ അറിയണം. ഇങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിച്ചിരുന്നു, അവർ കൂടി നമുക്ക് ഉണ്ടാക്കിയതാണ് നവോത്ഥാനം എന്ന് തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഥയമമ എന്നുള്ള എപ്പിസോഡിൽ ആധ്യാത്മിക രംഗത്തേക്ക് വലിയ സംഭാവനകൾ നൽകിയ ഋഷിതുല്യരല്ല ഹിമവൽ തുല്യരായ ഈ ഋഷിമാരെ കുറിച്ച് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.